ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏറ്റവും ഒടുവിൽ സാന്റോസും ഫോർട്ടലേസയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം അത് സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു ഇറങ്ങിയിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 67ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയർ ഇറങ്ങിയത്. കേവലം 23 മിനിറ്റ് മാത്രമായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ എതിരാളികൾക്ക് വലിയ ഭീഷണി ഉയർത്താൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം 3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. ഫൈനൽ തേർഡിലേക്ക് 6 പാസുകൾ നൽകാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഫോർട്ടലേസയുടെ പരിശീലകനായിരുന്ന മാർട്ടിൻ പാലർമോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നെയ്മർ അന്ന് തന്നെ ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഈ ഒരു എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഒരു അർജന്റീൻ പരിശീലകനാണ്. ESPN അർജന്റീനയോട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം നെയ്മറെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ അസാധാരണമായ ഒരു താരമാണ്. അന്ന് രണ്ടാം പകുതിയിലാണ് അദ്ദേഹം ഞങ്ങൾക്കെതിരെ ഇറങ്ങിയത്. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നെയ്മർക്കുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. ശാന്തനാകൂ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് മാർട്ടിൻ പാലർമോ എന്ന എതിർ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഈ സീസണിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവസാനത്തെ 3 മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് സാന്റോസിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സർജറിയാണ് നെയ്മർ ജൂനിയറെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.